ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വൈകുന്നേരത്തേനുള്ള പരിപാടികളൊക്കെ നമുക്കങ്ങ് നോക്കിയാലോ. അപ്പം നല്ല കേര മീൻ കിട്ടിയിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി കുഞ്ഞുങ്ങൾക്ക് നാളെ സ്കൂളിൽ കൊടുത്തു വിടാനുള്ളത് പെരട്ടി നല്ലതായിട്ട് വെച്ചു. നാളെ വറുത്ത് സ്കൂളിൽ കൊടുത്തു വിടാനാണ്, അപ്പോൾ അത് റെഡിയാക്കി. അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തിട്ട് ഈ പോകുന്നത് ഞാനാട്ടോ. ഈ കുഞ്ഞിതായിട്ട് കാണുന്ന എണ്ണയാണ്. എൻ്റെ ക്യാമറാമാൻ എൻ്റെ കൂടെ വരാൻ മടിയായതുകൊണ്ട് ക്യാമറാമാൻ മുകളിലത്തെ നിലയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ കുറച്ച് വേസ്റ്റ് കളയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ മീൻ വെട്ടുന്ന വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊണ്ടാണ് കളയുന്നത്. അപ്പം രാത്രിയിലൊക്കെ വല്ല മൃഗങ്ങളൊക്കെ വന്ന് അത് കഴിച്ചിട്ട് പോകും. എങ്ങനെയായാലും വേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും വേസ്റ്റ് ഉണ്ട്. ഭക്ഷണ വേസ്റ്റൊക്കെ വരാതിരിക്കത്തില്ലല്ലോ എത്രയായാലും. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം മീൻകറി വെക്കാനായിട്ട് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കണം കേട്ടോ. ചേമ്പ് മെഴുക്കുവരട്ടിയാണ് ഞാൻ വെക്കുന്നത്. ചേമ്പ് അത് വേവിച്ച് ആ വെള്ളം, ചേമ്പിൻ്റെ കൊഴുത്ത വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേമ്പ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ മീൻകറി സെറ്റായി കേട്ടോ, തിളച്ച് റെഡിയായി. അപ്പോൾ ഇനി നമ്മുടെ ചേമ്പും കൂടി ചതച്ചെടുക്കാം. സവോളയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചതച്ച മുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ ചേമ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്, നല്ല എരിവൊക്കെ ഉണ്ട്. ഈ മുളക് ഞാൻ ചതച്ച മുളക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ചതച്ച് വെക്കുന്ന കേട്ടോ, നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന്. അപ്പം നമ്മുടെ മീൻകറിയും ചോറും കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് മീൻകറിയും മെഴുക്ക് വരട്ടിയും ഒക്കെയാണ് ഇന്ന്. എല്ലാവർക്കും എന്താണാവോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.